Welcome back to Playslane. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ബിസിനസ് സ്റ്റഡീസിൻ്റെ 3rd ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ചാപ്റ്റർ വൈസ് വീണ്ടും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് മുതൽ 12th ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട 25 ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ഡിസ്കഷൻ എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്കുണ്ട്. അപ്പോൾ സമയമുള്ള സ്റ്റുഡൻസ് ലൈവിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് വൺ ഓഫ് ദ കീ എലമെൻറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ്. അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഫ്ലുവൻസ് ചെയ്ത് എന്തിനെയാണ്? ഓപ്ഷൻ എ ലീഗൽ എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ ബി എക്കണോമിക് എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ സി സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ ഡി പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ആൻസർ ഏതാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്സ് അബൌട്ട് ദ ടേം ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ? എന്താണ് ഗ്ലോബലൈസേഷൻ എന്നും ലിബറലൈസേഷൻ എന്നും പ്രൈവറ്റൈസേഷൻ എന്നും എഴുതുക. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, അബോളിഷൻ ഓഫ് അൺനെസസറി ലൈസൻസിങ് ആൻഡ് കോട്ടാസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. 2016 ചോദിച്ച ചോദ്യമാണ്. 1 മാർക്കിനുള്ള അനാവശ്യമായ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുന്നതിന് പറയുന്നത് എന്താണ് ആൻസർ? ലിബറലൈസേഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്മാർട്ട് ഫോൺസ് വെയർ വൈഡ്ലി യൂസ്ഡ് ഇൻ റെയിൽ ടിക്കറ്റ് ബുക്കിംഗ്, internet browsing, e-commerce, etc. Explain the element of business environment referred here. അതായത് ഇപ്പോൾ റെയിൽ ടിക്കറ്റ് ബുക്കിങ്ങിലാണെങ്കിലും ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ e-commerceലാണെങ്കിലും സ്മാർട്ട് ഫോൺസ് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏത് ബിസിനസ് എൻവയോൺമെൻറ്റിന് ഉദാഹരണമാണ്? അതുപോലെ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ആൻസർ എന്താണ്? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, Royal Insurance Company Limited decided to computerize all its branches in Kerala to provide better service to customers. അതായത് റോയൽ ഇൻഷുറൻസ് കമ്പനി അവരുടെ എല്ലാ ബ്രാഞ്ചുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി, കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് നൽകുന്നതിന് വേണ്ടി എല്ലാ ബ്രാഞ്ചുകളും കമ്പ്യൂട്ടറൈസ് ആക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള എൻവയോൺമെൻ്റ് ആണ് അവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഏതാണ് ആൻസർ? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, write down the contents you have to include in the seminar report on the topic business environment and its classification. അതായത് ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ബിസിനസ് എൻവയോൺമെൻറ്റിനെ പറ്റി എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും എഴുതുക. നമുക്കറിയാം ബിസിനസ് എൻവയോൺമെൻറ്റ് എഴുതപ്പം അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഡയമെൻഷൻസും എല്ലാം വ്യക്തമായി എഴുതുക. 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. സെവൻത് ക്വസ്റ്റ്യൻ, ഡ്രോ എ ചാർട്ട് ഷോയിങ് ദ കമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻ്റ് വരുന്ന ഒരു ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയും വേണം. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇൻ ബാങ്കിങ് സെക്ടർ. ഐഡൻറ്റിഫൈ ദ എൻവയോൺമെൻറ്റ് റെഫേർഡ് ഹിയർ. 1 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് ബാങ്കിങ് മേഖലയിൽ നടപ്പിലാക്കി. ഇത് ഏത് തരത്തിലുള്ള എൻവയോൺമെൻ്റ് ആണെന്ന് എഴുതുക. ഏതാണ് ആൻസർ? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. 9th ക്വസ്റ്റ്യൻ, in spite of global economic crisis, India is expected to achieve a growth rate of 6.8% in the financial year 2050 to 2060. In the light of the above statement, briefly explain the impact of government policy changes in business and industry. അതായത് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ്, അതായത് ബിസിനസ്സിനെ ഇൻഡസ്ട്രിയെയും ബാധിക്കുന്ന ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് എഴുതുക. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് 2017. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the integration of the various economies of the world leading towards the emergence of a cohesive global economy is known as dash. എന്താണ് ആൻസർ? 1 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് 2017. ആൻസർ എന്താണ്? ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ആണ് ആൻസർ. 11th question.
സ്റ്റെബിലിറ്റി ആൻഡ് പീസ് പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി ആർ എക്സാമ്പിൾസ് ഓഫ് ലീഗൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഏതാണ് ആൻസർ? ഒരു രാജ്യത്ത് സ്ഥിരതയും സമാധാനവും നിലനിൽക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള എൻവയോൺമെൻ്റ് ആണ് വേണ്ടത്? ആൻസർ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ വേരിയസ് ഗ്രൗണ്ട്സ് വൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് സോ വൈറ്റൽ ഫോർ ബിസിനസ് മാനേജേഴ്സ്. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതുക. 13th question, there is heavy demand for fast food restaurants in Kerala due to the change in lifestyle of the people. അതായത് ആൾക്കാരുടെ ലൈഫ് ചേഞ്ചിൽ വന്ന മാറ്റത്തിനനുസരിച്ച് ഹെവി ഫുഡിന് കൂടുതൽ ഡിമാൻഡ് കേരളത്തിൽ ഉണ്ടാകുന്നു. ഇത് ഏത് തരത്തിലുള്ള എൻവയോൺമെൻറ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? സോഷ്യൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്തെഴുതുക. എന്താണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി 4 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഏതെങ്കിലും 4 ഡയമെൻഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും എഴുതുക. 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. 15th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സോഷ്യൽ എൻവയോൺമെൻറ്റ് എക്സാമ്പിൾ ഏതാണ്? എക്കണോമിക് സിസ്റ്റം, സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഫാമിലി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കോമ്പോസിഷൻ ഓഫ് ഫാമിലിയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ എൻവയോൺമെൻറ്റ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സൊസൈറ്റി. ഓപ്ഷൻ എ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ലാസ്റ്റ് വൺ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഏതാണ് ആൻസർ? സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. അതായത് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന എൻവയോൺമെൻ്റ് ആണ് ഇത് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, on November 1st, 2008, Reserve Bank of India reduced the cash reserve ratio to 5.5% to improve the availability of credit. Identify the environment to which it relates to. അതായത് നവംബർ 1, 2008 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുകയാണ്. 5.5% ആയിട്ട് കുറയ്ക്കുന്നു. ഇത് ഏത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഏതാണ്? എക്കണോമിക് എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. ഓപ്ഷൻ എ അൺസ്റ്റേബിൾ ഗവൺമെൻറ്, ഓപ്ഷൻ ബി ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി, ഓപ്ഷൻ സി ടാക്സേഷൻ പോളിസി, ഓപ്ഷൻ ഡി ലൈസൻസിങ് പോളിസി. ഓഡ് വൺ ഏതാണ്? അൺസ്റ്റേബിൾ ഗവൺമെൻറ് ആണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് കമ്പോണൻസ് സച്ച് ആസ് ബിലീഫ്, ട്രഡീഷൻസ് എക്സെട്ര ഈസ് നോൺ ആസ് ഡാഷ് എൻവയോൺമെൻറ്റ്. അതായത് ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഏത് തരത്തിലുള്ള എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഏതാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇൻറ്റു എക്കണോമിക്, സോഷ്യൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. അതായത് ചുവടെ കൊടുത്തിരിക്കുന്നതിനെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സിൻ്റെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ആണ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നു, എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നു. സെക്കൻഡ് വൺ ലേബർ ലോസ് ഒക്കെ വരുന്നത് എവിടെയാണ്? ലീഗൽ ഫാക്ടേഴ്സിനകത്താണ് വരുന്നത്. തേർഡ് വൺ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ ഫാക്ടറാണ്. ഫോർത്ത് വൺ ഹ്യൂമൻ റൈറ്റ്സ് ഏതാണ്? സോഷ്യൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ്. ഫിഫ്ത്ത് വൺ ഫോറിൻ ട്രേഡ് ഒക്കെ എന്തിനകത്ത് ഉൾക്കൊള്ളുന്നു? എക്കണോമിക് ഫാക്ടേഴ്സിനകത്ത് ഉൾക്കൊള്ളുന്നു. സിക്സ്ത് വൺ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് എക്കണോമിക് ഫാക്ടേഴ്സിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. നെക്സ്റ്റ് കസ്റ്റംസ് ആൻഡ് ബിലീഫ് എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ലാസ്റ്റ് വൺ ട്രേഡ് മാർക്ക് ആക്ട് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒരു ലീഗൽ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്.